ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ കീം 2025 ഓപ്ഷൻ എൻട്രി വിൻഡോ ഓപ്പൺ ആണ്. അപ്പോൾ ഒരിക്കലും മിസ്സ് ചെയ്യാൻ പാടില്ലാത്ത, ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയാൻ തന്നെ കഴിയാത്ത ചില ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഓപ്ഷൻ എൻട്രി നടത്താം, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ഒരുപാട് ഗൈഡൻസ് ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ചില കുട്ടികൾക്ക് ഇപ്പോഴും ചില കോളേജുകളിൽ ചില ബ്രാഞ്ചുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അറിയില്ല. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിൽ SM കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് നോക്കി പോകുന്ന കുട്ടികൾക്ക് അവിടെയുള്ള മെറിറ്റ് ഫുൾ ഫീ മാനേജ്മെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് നോക്കുമ്പോൾ എനിക്കിത് കിട്ടില്ല എന്ന് വിചാരിച്ച് ആ ഓപ്ഷൻ തന്നെ കൊടുക്കാത്ത കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി ആ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് തന്നെയാണ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലാട്ടത് ബാധകം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻ അറിയാത്ത കുട്ടികൾക്കായിട്ട്, അറിയുന്ന കുട്ടികൾക്കാണെന്ന് ഇതൊന്നും ബാധകമൊന്നുമല്ല, അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഓപ്ഷൻ എൻട്രി സമയത്ത് ലഭിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിതിപ്പോൾ ചെയ്തിരിക്കുന്നത് 2024 ലാസ്റ്റ് റാങ്കും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഞാൻ തരുന്നുണ്ട്. ഒറ്റ വീഡിയോയിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാതും ഒരു വീഡിയോയിൽ തന്നെ അല്ലെങ്കിൽ ഒരു സ്ലൈഡ് ഡെക്കിൽ തന്നെ കിട്ടുമ്പോൾ നിങ്ങൾക്കത് സ്നാപ്ഷോട്ട് എടുത്ത് വെച്ച് റെഫർ ചെയ്യാവുന്നതാണ് ഓപ്ഷൻ ഫില്ല് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഫോർവേഡ്. ഞാൻ ആദ്യത്തെ സെക്ഷൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ടോപ്പ് റാങ്കുള്ള കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് ബ്രാഞ്ചസൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരുപക്ഷെ അവരുടെ ഓപ്ഷൻ എൻട്രിയുടെ പ്രയോറിറ്റൈസേഷൻ നടത്തേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് നല്ല ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് എന്നാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ. രണ്ടാമത്തെ പാർട്ട് 2024 ലാസ്റ്റ് റാങ്ക്, ഞാൻ വീണ്ടും പറയുന്നു ഫേസ് 3 ആണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ലഭിക്കാൻ സാധ്യതയില്ല, ഇൻക്ലൂഡിങ് CEE പോർട്ടലിൽ പോലും ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ വർഷം ഫേസ് 2 ആണ് ഒഫീഷ്യലി ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആയിട്ട് അവർ പറഞ്ഞതെങ്കിലും ഫേസ് 3 ഒരു റീസ്റ്റാർട്ടായിരുന്നു. ഫേസ് 3ലാണ് റാങ്കുകളിൽ മാറ്റങ്ങളും അലോക്കേഷൻസൊക്കെ ഒരുപാട് വന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് റാങ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് 3 ആണ് നമ്മളൊരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. പക്ഷെ ഞാനന്ന് ഭാഗ്യവശാൽ ഫേസ് 3യുടെ ഡാറ്റ സേവ് ചെയ്ത് വെച്ച കാരണം കൊണ്ടാണ് എനിക്കത് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. പക്ഷേ ഒഫീഷ്യലി CE പറയുക ഫേസ് 2 ആണ് ലാസ്റ്റ് റാങ്കിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലൊരു വീഡിയോ, ഇതുപോലൊരു സ്നാപ്ഷോട്ട് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വെച്ചിട്ടും ചില കോളേജുകളിൽ നമ്മൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനോടും പാരൻസിനോടും അഡ്മിഷൻ സെല്ലിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ അവരുടെ പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ഈ കോളം നോക്കുക, ഈ 3 ദിവസം മുൻപ് വന്ന KTU BTech 2021-25 ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം പാസ് ഔട്ടായ ബാച്ചിൻ്റെ പാസ് പെർസെൻറ്റേജ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്ത് ഇതൊരു റെഫറൽ പോയിൻ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാമ്പസ് ലൈഫ്, ഫ്രീഡം, ഇതൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു രൂപം. ബേസിക്കലി നമ്മളൊരു കോളേജ്, ഞാൻ വീണ്ടും പറയുന്നത് കമ്പ്യൂട്ടർ സയൻസും അലൈഡ് ബ്രാഞ്ചസിനും വേണ്ടിയാണ്. 1-2 ബ്രാഞ്ചുകൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും, പക്ഷെ അത് ഇഗ്നോർ ചെയ്യാതിരിക്കാൻ വേണ്ടി അടുത്ത സെക്ഷൻ ഓഫ് വീഡിയോയിൽ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ, ആദ്യത്തെ ഒരു ഓപ്ഷൻ വയ്ക്കാവുന്ന എല്ലാവരും എഗ്രി ചെയ്യുന്നൊരു കാര്യമാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരമാണ് നമ്പർ 1. ഗവൺമെൻറ് കോളേജാണ്. കഴിഞ്ഞ വർഷം 552 ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ. എക്സലൻറ്റ് പ്ലേസ്മെൻറ്റ് ട്രാക്ക് റെക്കോർഡാണ്. അവരുടെ പാസ് പെർസെൻറ്റേജ് റാങ്ക് 3 ആണ്. ക്യാമ്പസ് ലൈഫും ഫ്രീഡം എക്സലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ വിചാരിക്കും, എന്തുകൊണ്ടാണ് നമ്മളിതിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ മുത്തൂറ്റ് അല്ലെങ്കിൽ LBS ഓക്കെ, എന്തുകൊണ്ടാണ് ഇവരൊന്നും ടോപ്പിൽ വരാത്ത? അപ്പോൾ ഇതൊരു മിക്സ് ഓഫ് പാരാമീറ്റേഴ്സാണ്. ഒരു വർഷം പാസ് പെർസെൻറ്റേജ് ടോപ്പായെന്ന് വെച്ചിട്ട് അവിടെ തന്നെയാണ് ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റ്, അവിടുത്തെ ക്യാമ്പസ് ലൈഫാണ് ഏറ്റവും നല്ലത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈവൻ നമ്മുടെ ലാസ്റ്റ് റാങ്ക് 2024 ഈ ചില കോളേജുകൾക്ക് 11,000 വരെയൊക്കെയാണ് പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എല്ലാ ടോപ്പ് റാങ്കേഴ്സും ചാടി കയറി അഡ്മിഷൻ എടുക്കുന്ന കോളേജുകളായിരിക്കില്ല. അതിപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, ഇത് നമ്മുടെ ഒരു വ്യൂ പോയിൻ്റാണ്. എല്ലാ കുട്ടികളും ഇതിനോട് യോജിക്കണമെന്നില്ല. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ചില കോളേജുകളെ കുറിച്ച് റിസർവേഷൻസ് ഉണ്ടായിരിക്കും, ആശങ്കകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതൊരു ഗൈഡൻസ് ഫാക്ടർ ആയിട്ട് മാത്രം എടുത്താൽ മതി എന്നാണ് ഞാൻ എപ്പോഴും പറയാം. പിന്നെ ഉള്ളതാണ് ഗവൺമെൻറ് കോളേജ് തൃശ്ശൂർ. കഴിഞ്ഞ വർഷം മെറിറ്റിൽ ലാസ്റ്റ് പോരുന്നത് 1020 ആണ്. എക്സലൻറ്റ് പ്ലേസ്മെൻറ്റ് റെക്കോർഡാണ്. പാസ് പെർസെൻറ്റേജ് അത്ര
പിറകിലൊന്നുമല്ല, 5ാം സ്ഥാനത്താണ് ഈ വർഷത്തെ ക്യാമ്പസ് ലൈഫും ഫ്രീഡം ഒക്കെ എക്സലൻ്റ് ആണ്. ഞാൻ ഈ ക്യാമ്പസ് ലൈഫ് ഫ്രീഡം പറയാൻ കാരണം ചില കുട്ടികൾക്ക് വളരെ പർട്ടിക്കുലർ ആയിരിക്കും. എനിക്ക് കുറച്ച് അടിച്ചു പൊളിക്കണം, എനിക്ക് എന്നെ റെസ്ട്രിക്ഷൻ, എന്നെ ഒരുപാട് ടീച്ചേഴ്സ് മോണിറ്റർ ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നൊക്കെ. അപ്പോൾ അവരുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാരാമീറ്ററും കൂടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയാണ് ഞാൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ കേരളത്തിലെ 3ാമതായിട്ട് തന്നെ എക്സൽ ചെയ്യുന്ന ഒരു കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. ഇതിൽ ഞാൻ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം പറഞ്ഞു, വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ മെറിറ്റ് ലോ ഫീ ഉണ്ട്, മെറിറ്റ് ഫുൾ ഫീ ഉണ്ട്. അത് എല്ലാ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലും ഉണ്ട് കേട്ടോ. പല കുട്ടികൾക്ക് ഇത് അറിയില്ല. കാരണം SM കാറ്റഗറി ലാസ്റ്റ് റാങ്ക് നിങ്ങൾ CE പോർട്ടൽ നോക്കി കഴിഞ്ഞാൽ ഇതായിരിക്കും കാണാം. ഫേസ് 3 ഉണ്ടാവില്ല, ഫേസ് 2ൻ്റെ ഇതുപോലത്തെ ഒരു റാങ്ക് ആയിരിക്കും കാണാൻ നിങ്ങൾ. പക്ഷേ അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ 1347-നുള്ളിലെല്ലാം കഴിഞ്ഞു, എനിക്കിനി കിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ ആ ലാസ്റ്റ് റാങ്കിൻ്റെ കോളംസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വലത്തെ വശത്തേക്ക് പോയി കഴിഞ്ഞാൽ അതേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ MGMT മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ 3021 വരെ പോയിട്ടുണ്ട്. ഇത് തമ്മിൽ ആകെ ഒരു വ്യത്യാസമുള്ളൂ. ഇവിടെ ലോ ഫീസാണ്, ഇവിടെ ഹൈ ഫീസാണ്. ഇത് രണ്ടും മെറിറ്റ് ബേസ്ഡ് ആണ്, അല്ലാതെ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ചെയ്യുന്ന പോലെ റിസർവേഷൻ കാറ്റഗറീസോ അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ ബേസ്ഡ് അഡ്മിഷൻസ് ഒന്നുമല്ല. ഇത് ഫുൾ സ്റ്റേറ്റ് മെറിറ്റ് കേരള എഞ്ചിനീയറിംഗ് കീമിൻ്റെ റാങ്ക് വെച്ച് നോക്കിയിട്ട് മാത്രം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ മെറിറ്റ് ലോ ഫീസ് ഒരു ഓപ്ഷനും മെറിറ്റ് ഫുൾ ഫീസ് സെപ്പറേറ്റ് ഓപ്ഷനായിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങളിതിലേക്ക് കൺസിഡർ ചെയ്യുള്ളൂ. മനസ്സിലായി? അത് പ്രത്യേകം നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. കാരണം ചില കുട്ടികൾക്ക് ഇത് അറിയില്ല. ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ തീരെ അറിയാൻ വഴിയില്ല. കാരണം അവർ ഈ ലാസ്റ്റ് റാങ്ക് നോക്കി പോകുമ്പോൾ ഇതായിരിക്കും അവരുടെ ഒരു പെർസെപ്ഷൻ. സോ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിൽ നിങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ മെറിറ്റ് ലോ ഫീസും മെറിറ്റ് ഫുൾ ഫീസും സെപ്പറേറ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുമ്പോൾ TK, അപ്പോൾ ഇതൊക്കെ ഒരു ഓർഡറിൽ ഞാൻ കൊടുത്തിരിക്കുകയാണല്ലോ. കാരണം ഇവരുടെ ക്യാമ്പസ് മോഡലിനെ വേറിട്ട് നിർത്തുന്ന അവരുടെ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആണ് തീർച്ചയായിട്ടും. പക്ഷേ ഞാനിവിടെ ക്യാമ്പസ് ലൈഫ് ആവറേജ് എന്ന് കൊടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് വലിയ ക്യാമ്പസ് ഒന്നുമല്ല. അക്കാഡമിക്സിനാണ് കുറേയും കൂടെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ അവരുടെ അലുമിനി അസോസിയേഷൻ വളരെ സ്ട്രോങ് ആയതിൻ്റെ പേരിൽ ഒരുപാട് നല്ല ഓഫേഴ്സ്, നല്ല കമ്പനീസ്, നല്ല ഓപ്പർച്യൂണിറ്റി, നല്ല ഇൻറ്റേൺഷിപ്പ്, ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതുകൊണ്ട് ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും എക്സൽ ചെയ്ത് നിൽക്കുമ്പോൾ ക്യാമ്പസ് ലൈഫ് ഇത്തിരി റിസർവ്ഡ് ടൈപ്പാണ്. ഭയങ്കരമായിട്ടുള്ള ആക്ടിവിറ്റീസും ഒന്നും CETയോ തൃശ്ശൂരോ ഒന്നും പോലെ നിങ്ങൾക്ക് കാണുമായിരിക്കില്ല. ഓക്കെ, ഇനിയാണ് TKM എഞ്ചിനീയറിംഗ് കോളേജ്. വീണ്ടും ഇതൊക്കെ കമ്പ്യൂട്ടർ സയൻസ് കോർ ബ്രാഞ്ചസിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ MA കോളേജ്, വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ്, ഗവൺമെൻറ് എയ്ഡഡ്. ഇപ്പോൾ ഇത് ഓട്ടോണമസ്, ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണമസ് എന്നാണ് പറയുക. എല്ലാം ഇവിടേക്കും ഈ പറഞ്ഞ പോലെ പ്ലേസ്മെൻറ്റ് റെക്കോർഡൊക്കെ എക്സലൻ്റ് ആണ്. ക്യാമ്പസ് ലൈഫ് ഗുഡാണ്. അപ്പോൾ ഒരുപാട് നല്ല പോസിറ്റീവ് കാര്യങ്ങൾ TKM കൊല്ലം, ഇതൊക്കെ ഈ കോളേജുകളിൽ നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട കാര്യം നിങ്ങൾക്ക് അതിനെ അറിയായിരിക്കും. പിന്നെ പറയാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് 2022 മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ് എന്ന് പറയുന്നൊരു കോഴ്സ്. ഇത് വീണ്ടും ഞാൻ പറയാൻ കാരണം ഒരുപാട് പേർക്ക് ഇത് അറിയില്ല, അത് മിസ്സായി പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവിടെ ലാസ്റ്റ് റാങ്കൊക്കെ മെറിറ്റ് ലോ ഫീസിൽ കഴിഞ്ഞ വർഷം 3500 വരെയാണ് പോയിരിക്കുന്നത്. പക്ഷേ മെറിറ്റ് ഫുൾ ഫീസിൽ 5000 വരെ പോയിട്ടുണ്ട്. ഇത് നല്ല ഒരു കോഴ്സാണ്. ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതുണ്ടല്ലോ, ഒരുപാട് AI, സൈബർ സെക്യൂരിറ്റി, IoT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല കോളേജുകളിൽ നല്ല ഡിപ്പാർട്ട്മെൻറ്റിൽ ആ കോഴ്സുകൾ വരുമ്പോഴാണ് നമ്മളതിൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. കാരണം ബൈ ഡീഫോൾട്ട് ഇതുപോലെയുള്ള കോളേജുകളിൽ നല്ല പ്ലേസ്മെൻറ്റ്സ് വരുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ബ്രാഞ്ചുകളും അതിന് ആ പ്ലേസ്മെൻറ്റിന് ഇരിക്കാനും അവരുടെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ അവർക്ക് എലിജിബിലിറ്റിയും അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല കോളേജുകളിൽ ഇതുപോലത്തെ നൂതന കോഴ്സുകൾ വരുമ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഓപ്ഷനായിട്ട് വെക്കാം. ഞാനിത് കുറച്ച് കയറ്റി വെക്കാൻ കാരണം ഇത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ കോഴ്സ് ഇപ്പോൾ 2022 തുടങ്ങിയതാണ്. 3-4 വർഷമായി, 3 വർഷത്തിൽ മീതെയായി. പിന്നെ വരും നമ്മുടെ RIT, NSS പാലക്കാട്, കണ്ണൂർ, MA കോളേജ്. പിന്നെ അടുത്ത് ശ്രദ്ധിക്കാനുള്ളത് MA കോളേജ് ഓഫ് കോതമംഗലം. ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അവർ തുടങ്ങിയിരുന്നു. അത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് വരേണ്ട കാര്യമുണ്ട്. അവിടെയും നല്ല പ്ലേസ്മെൻറ്റ് സാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ കോഴ്സുകൾ നമ്മൾ അറിയാതെ പോകരുത്. ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് കോർ കിട്ടുന്നില്ല, നിങ്ങൾക്ക് അതിനോടനുബന്ധപ്പെട്ട ഡാറ്റ സയൻസ്, മാത്തമാറ്റിക്സ് ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഡാറ്റ സയൻസ് ഒരുപാട്
വർക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഈ കോഴ്സ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് ഓപ്ഷൻ എൻട്രി മിസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പ്രത്യേകം പറയുന്നത്. പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് അവർ ടോപ്പ് സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജ് ഇപ്പോൾ ഇത് ഓട്ടോണമസ് ആയി, രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഞാൻ ഈ ഒരു ഓർഡറിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ അറിയാതെ പോകുന്ന മറ്റൊരു കാര്യം, ഈ ബാർട്ടൺ ഹിൽ തിരുവനന്തപുരം ബെസ്റ്റ് ഗവൺമെൻറ് കോളേജാണ്. പക്ഷേ എല്ലാ കുട്ടികളും അവിടെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടോ നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ അവരുടെ വിചാരം അവിടെ എനിക്ക് CS പോലെയുള്ളത് പഠിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ IT ആണുള്ളത്. IT ഒക്കെ അവിടെ നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റും കാര്യങ്ങളും നല്ല ഒരു കോളേജാണ്. അപ്പോൾ അവിടെ നിങ്ങൾ IT ബ്രാഞ്ച് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓപ്ഷൻ എൻട്രി നൽകുമ്പോൾ അത് മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ വീണ്ടും രാജഗിരിയിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം നേരത്തെ മുകളിൽ പറഞ്ഞ ബ്രാഞ്ച് രാജഗിരിയിൽ തുടങ്ങിയിട്ടുണ്ട് 3-4 വർഷം മുൻപ്. അപ്പോൾ അതൊന്നും നിങ്ങൾ മിസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ SCT പാപ്പനംകോട്, FISAT, LBS. ഈ LBS കോളേജ് ഫോർ വുമൻ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ്. അത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം റാങ്ക് നമ്പർ 1 ആയിരുന്നു പാസ് പെർസെൻറ്റേജിൽ. മുത്തൂറ്റ് ബെസ്റ്റ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, റാങ്ക് നമ്പർ 2 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരൊക്കെ അവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നുണ്ട്. കുട്ടികളെ പ്രിപ്പയർ ചെയ്യാനും എക്സാം പ്രിപ്പയർ ചെയ്യാനും അങ്ങനെ ഉഴപ്പാനൊന്നും അധികം സമ്മതിക്കാത്ത കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ കൂടുതലുള്ള ടൈപ്പ് കോളേജുകളായിരിക്കും ഇതൊക്കെ. പക്ഷേ അവിടെ അക്കാഡമിക് എക്സലൻസിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ കയറി വരുന്ന മറ്റൊരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇവർക്ക് കഴിഞ്ഞ വർഷം പാസ് പെർസെൻറ്റേജ് റാങ്ക് കുറച്ച് താഴെയായിരുന്നു, 16-17 ആയിരുന്നു. പക്ഷേ 2025 ഇവർ 6ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. നല്ല രീതിയിൽ ഫാക്കൽറ്റി ടീച്ചിങ് ഒക്കെ ഉള്ളൊരു കയറി വരുന്നൊരു. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ കൊടുത്തു. പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം GC പാലക്കാട്, ഇവിടെയും പല ആൾക്കാർക്കും അറിയില്ല IT ആണ് ഉള്ളതെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ IT അവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഓപ്ഷൻ എൻട്രി, അത് അറിയാതെ പോകരുത്. ഓക്കെ, ഞാനിത് കുറച്ച് കോളേജുകളുടെ ലിസ്റ്റ് ഇവിടെ 23 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇതാണോ ആകെ ഉള്ളതെന്ന് വെച്ചാൽ അല്ല. ഒരുപാട് കോളേജുകൾ, ഒരുപാട് കോഴ്സുകൾ ഇനിയുണ്ട്. ഇതിനോട് തൊട്ടടുത്ത് തന്നെ വരുന്ന റാങ്കുകളുള്ള ഒരുപാട് കോളേജ്. ഞാൻ എല്ലാതും കൂടെ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. വരുന്ന സ്ലൈഡുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കോളേജിൻ്റെ കോഡും എല്ലാ കോളേജിൻ്റെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റെഫറൻസ് ആയിട്ട് മാത്രം കരുതുക. ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ല എന്നതുകൊണ്ട് ഓപ്ഷൻ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങളത് മിസ്സ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. പിന്നെ നമ്മൾ പോവുകയാണെങ്കിൽ ഞാൻ വീണ്ടും കോഴ്സസ് നോട്ട് ടു ബി ഇഗ്നോർഡ്, വീണ്ടും ഞാൻ പറയുന്നു, ചില കോഴ്സുകൾ ഇപ്പോഴും കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കൺസോളിഡേറ്റഡ് ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് കോർ ബ്രാഞ്ചസ് അല്ലാത്ത മറ്റുള്ള ബ്രാഞ്ചുകൾ അറിയാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഉദാഹരണത്തിന് CET തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ നോക്കും, ബെസ്റ്റ് കോളേജ് ആയതുകൊണ്ട് തന്നെ 2158 അത് ക്ലോസായി. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. അപ്പോൾ 2000 റാങ്ക് റേഞ്ചിൽ വരുന്ന കുട്ടികൾക്ക് എനിക്ക് CET തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു ബ്രാഞ്ചിനെ കുറിച്ച് കേൾക്കാത്ത കാരണം കൊണ്ട് ഓപ്ഷൻ എൻട്രി ചെയ്യുമ്പോൾ അവരിത് മിസ്സാവാനായിട്ടുള്ള വളരെ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. അതുപോലെ തന്നെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് വരെ CET കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു നോൺ കോർ ആയതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തെന്ന് മാത്രം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ CU കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ് മോഡലിൽ പിന്നെ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതും മിസ് ചെയ്യാൻ പാടില്ല. നല്ലൊരു കോളേജാണ്, നല്ലൊരു ബ്രാഞ്ചാണ്. ഇത് ഞാൻ മുൻപത്തെ സ്ലൈഡിൽ ഇൻക്ലൂഡ് ഞാൻ മിസ് ചെയ്തതാണ്. പക്ഷേ അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്ലൈഡിൽ ഈ എല്ലാത്തിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് തരണം. 3870 സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം ക്ലോസ് ആയത്. അത് കണ്ടാൽ അറിയാം, നല്ല ടോപ്പ് കുട്ടികൾ, നിങ്ങൾക്ക് നല്ലൊരു പിയർ ഗ്രൂപ്പ് കിട്ടുന്ന കോളേജുകളും കോഴ്സുകളാണ്. ഇപ്പോൾ ഞാൻ ഈ ടോപ്പ് റാങ്ക് ഓർഡറിലാട്ടോ ഞാനിത് വെച്ചാണ്. ലാസ്റ്റ് റാങ്ക് എവിടെ വരെ പോയി എന്നുള്ള ഓർഡറിലാണ് ഞാനതിന് സോർട്ട് ചെയ്തിരിക്കുന്നത്. MA കോളേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡാറ്റ സയൻസ് 4463 വരെ പോയിട്ടുണ്ട്. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ വീണ്ടും CET അതേ കോഴ്സ് TKM എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഇതും 5000 വരെ പോയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ബ്രാഞ്ചാണ്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടറൊക്കെ സിലബസ് നിങ്ങൾക്ക് നോക്കിയാൽ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാവുന്ന ബ്രാഞ്ചാണ്. കാരണം വേറെ ഒന്നുമല്ല, കോളേജ് വൺ ഓഫ് ദി ബെസ്റ്റാണ്. പിന്നെ NBA അക്രഡിറ്റേഷൻ ഒരു പോയിന്റ് പല കുട്ടികളും പറയുന്നുണ്ട്. അതൊക്കെ ഫ്യൂച്ചർ സ്റ്റഡീസിന് വളരെ കുറച്ച് വിരളമായിട്ടുള്ള ചില യൂണിവേഴ്സിറ്റീസ് ചെറിയ ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നു എന്നല്ലാതെ വേറെ പ്ലേസ്മെൻറ്റ്സിനോ നിങ്ങളുടെ ഭാവി കരിയറിനോ ഒന്നും തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ബാധിക്കില്ല എന്ന് ഉള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ചില നാടുകളിൽ വളരെ വിരളമായിട്ട് ചില യൂണിവേഴ്സിറ്റീസ് പറയും NBA അക്രഡിറ്റേഷനുള്ള കോളേജുകളിൽ നിന്ന് മാത്രമേ ഞങ്ങൾ കുട്ടികൾ. അത് എനിക്ക് തോന്നുന്നില്ല അത്രയധികം വെയിറ്റേജ് നമ്മൾ ആ ഒരു വെരി ലെസ് പ്രോബബിലിറ്റി ഓഫ് കേസസിന് കൊടുക്കണം. ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രം. പിന്നെ SCT പാപ്പനംകോട് തിരുവനന്തപുരത്ത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ബാർട്ടൺ ഹില്ലിലെ
IT, MA കോളേജിലെ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, MA കോളേജിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നല്ല നല്ല റാങ്കുള്ള കുട്ടികൾ ലാസ്റ്റ് എടുത്തു പോയ കോഴ്സുകളാണ് കഴിഞ്ഞ വർഷത്തെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, GEC തൃശ്ശൂർ സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, മനസ്സിലായി, ഇത് വീണ്ടും ഒരു പുതിയ ബ്രാഞ്ചാണ്. ഇത് കുറച്ചുകൂടെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ബ്രാഞ്ചിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇത് കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് അറിയാതെ പോയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ 7900 റാങ്കുള്ള കുട്ടിക്ക് പോലും കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ വർഷം എനിക്ക് തോന്നുന്നില്ല ഇത്ര താഴത്തേക്ക് പോകുന്നു. മേ ബി 4000-ലോ 5000-ലോ ഇതിൻ്റെ ഇത് ക്ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ശ്രദ്ധിക്കണം, ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് കോർ ഈസി കിട്ടിയില്ലെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു ബ്രാഞ്ചാണ് സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്. ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അതാത് കോളേജുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരും നിങ്ങളെ ഇതിൻ്റെ ടോപ്പിക്സ് അറിയാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. RIT കോട്ടയത്ത് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വീണ്ടും നല്ലൊരു കോളേജ്, നല്ലൊരു ഓപ്ഷൻ. 8124 അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഫേസ് 3 പോയിരിക്കുന്നത്. പിന്നെ മുത്തൂറ്റ് വീണ്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കോഡുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. EL, AE, CU, CTV കോഡുകൾ പറഞ്ഞില്ലേ, നമ്മൾ ഓപ്ഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഈ കോഡ് തന്നെയാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം. പിന്നെ വീണ്ടും കോഴിക്കോട് 9000 റാങ്ക് വരെ ഉള്ള കുട്ടിക്ക് കിട്ടിയിട്ടൊരു ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ. നേരത്തെ പറഞ്ഞ രാജഗിരിയിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം, ഇതെല്ലാം. അപ്പോൾ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസിൻ്റെ മറ്റുള്ള ബ്രാഞ്ചുകൾ, അതുപോലെ തന്നെ ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതയുള്ള മറ്റുള്ള ബ്രാഞ്ചുകളുടെ ഒരു ചെറിയൊരു ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ബ്രാഞ്ചുകളും ഇത് ഇൻക്ലൂഡ് അല്ല, ഞാൻ കുറച്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വെച്ച് സോർട്ട് ഔട്ട് ചെയ്തതാണ്. അതായത് ഒരുപാട് നല്ല റാങ്കുള്ള കുട്ടികൾ കൺസിഡർ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു സീക്വൻസിലാണ് ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഫൈനലി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്, ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ, നിങ്ങൾക്കിത് ഫുൾ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മനസ്സിലാകാതെ പോയി ഓപ്ഷൻ എൻട്രി സബ്മിറ്റ് ചെയ്തിട്ട് അയ്യോ എനിക്ക് അറിയാമായിരുന്നില്ലല്ലോ എന്ന് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയും 3 ദിവസം ബാക്കി നിൽക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വ്യൂ കൊണ്ടുവരുന്നത്. ഇനി ഞാനിത് ഓരോ സ്ലൈഡൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നോക്കാവുന്ന കേസേ ഉള്ളൂ. ഇത് വേറെ ഒന്നുമല്ല, കഴിഞ്ഞ വർഷത്തെ ഫേസ് 3 SM ആൻഡ് മെറിറ്റ് ഫുൾ ഫീ കാറ്റഗറി ഇതെല്ലാ കോളേജ് കോഴ്സ് കോമ്പിനേഷൻ ഉണ്ട്. മനസ്സിലായി, ഇത് ഞാൻ ഈ ഒരു വ്യൂ വേറൊരു വീഡിയോയിൽ പ്രൊഡ്യൂസ് ചെയ്താണ് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കാം. പക്ഷേ ഏകദേശം 13000 വരെ റാങ്ക് വരുന്ന കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ കോഴ്സുകളാണ് സെലക്ട് ചെയ്യുന്നതിൻ്റെതിനുള്ളൊരു വ്യൂ ആണിത്. ഇത് ഇടത്തുവശത്ത് ഈ കാണുന്നത് കോളേജിൻ്റെ കോഡാണ്, ഈ കാണുന്നത് കോഴ്സിൻ്റെ കോഡാണ്, ഈ കാണുന്നത് ലാസ്റ്റ് റാങ്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ വായിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓർഡർ. ചെറിയ റാങ്കിൽ തുടങ്ങി പിന്നെ പയ്യെ കയറി വീണ്ടും മുകളിലേക്ക് പോകുന്നു, ഇങ്ങനെ വന്ന് താഴത്തേക്ക് വന്നു. ഇങ്ങനെയാണ് നിങ്ങൾ വായിക്കേണ്ടത് കേട്ടോ. അപ്പോൾ 13000 റാങ്ക് വരെ ഉള്ള കുട്ടികൾ സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ ബ്രാഞ്ചുകളാണ് പ്രിഫർ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ആകെത്തുകയാണ് ഇത്. ഇതിൻ്റെ ലോങ് ലിസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും വെബ്സൈറ്റിലൊക്കെ ഉണ്ട്. ഇതിൽ വീണ്ടും ഞാൻ അടുത്ത സ്ലൈഡുകളിൽ ഇതിൻ്റെ മറ്റൊരു സ്ലൈസിങ് ആൻഡ് ഡൈസിങ് നടത്തി നിങ്ങൾക്ക് നോക്കാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാണ് മോസ്റ്റ് ഡിമാൻഡിങ് കോഴ്സസ് ആൻഡ് കോളേജസ്. ഇത് നിങ്ങൾ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യണമെന്നില്ല. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെന്തൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്കതൊരു ഇൻപുട്സായി മാറിയേക്കെന്ന് മാത്രം. ഓക്കെ, പിന്നെ വീണ്ടും ഞാൻ ബ്രാഞ്ചസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ, ഇലക്ട്രോണിക്സിൻ്റെ, ഇലക്ട്രിക്കൽ, അടുത്തതിൽ മെക്കാനിക്കൽ, സിവിൽ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടില്ലേ, ഇത് ഒരുപാട് താഴ്ത്ത റാങ്ക് വരെ പോയിട്ടുണ്ട്. മനസ്സിലായോ? 25000 റാങ്ക് വരെയുള്ള ഇത് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡിമാൻഡ് കുറച്ച് കുറവുള്ള കാരണം നിങ്ങൾക്ക് കൂടുതൽ കോളേജും കൂടുതൽ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ 41 ഇലക്ട്രിക്കലാണ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ട് ഫില്ലാവുന്നത്. അതുകൊണ്ടാണ് അത് 49000 വരെയുള്ള റാങ്കുകളുടെ ഇതൊറ്റ ലിസ്റ്റിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് സമയമെടുത്ത് ഇതിൻ്റെ സ്നാപ്ഷോട്ടൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് റെഫർ ചെയ്യാവുന്നുള്ളൂ. വീണ്ടും ഇത് കോളേജിൻ്റെ കോഡ്, ഇത് കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ലാസ്റ്റ് റാങ്ക്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോകും. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ, സിവിൽ. അപ്പോൾ നേരത്തെ സ്ലൈഡിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഇലക്ട്രിക്കലായിരുന്നു. ഇത് മെക്കാനിക്കലും സിവിലും. ഇതെല്ലാ കോളേജുകളുണ്ട് കേട്ടോ. ഇത് ഗവൺമെൻറ് മാത്രമല്ല, സെൽഫ് ഫിനാൻസിങ് ഉണ്ട്, ഗവൺമെൻറ് എയ്ഡഡ് ഉണ്ട്, കോസ്റ്റ് ഷെയറിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഈ കോളേജിൻ്റെ കോഡ് കാണണമെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കോളേജിൻ്റെ കോഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് കോളേജിൻ്റെ പേരും കോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് കോഴ്സിൻ്റെ പേരും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലെ മെറിറ്റ് ഫുൾ ഫീ കാറ്റഗറി എന്ന് പറഞ്ഞുള്ള സംഭവം അറിയാതെ പോകരുത്. അതുകൊണ്ടാണ് ഞാനിതിന് പ്രത്യേകം ഇവിടെ നോട്ട് ചെയ്യാൻ കാരണം. ഇത് MGMT എന്ന് പറഞ്ഞിട്ടാണ് അതേഴ്സ് ഫീൽഡിലാണ് കാണുക. അപ്പോൾ അത് പലരും ശ്രദ്ധിക്കാൻ വഴിയില്ല. പക്ഷേ ഈ കോളേജുകളിൽ പോയ ലാസ്റ്റ് റാങ്കാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഉദാഹരണത്തിന് മോഡലിൽ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ ഒറ്റയടിക്ക് മറ്റേ SM നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും 1000 ചില്ലാനിൽ അവസാനിച്ചു. പക്ഷേ 3000 റാങ്കുള്ള കുട്ടിക്ക് വരെ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജായ മോഡലിൽ അവിടെ കിട്ടും. അത് മെറിറ്റ് ഫുൾ ഫീ കാറ്റഗറി. ഫുൾ ഫീ ലോ ഫീ തമ്മിൽ 30000 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലോ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ 45000 ആണ്. ഫുൾ ഫീസ് എന്ന് പറഞ്ഞാൽ 75 to 80, ഏകദേശം 75000 ആണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് തമ്മിലുള്ള ആകെ വ്യത്യാസം. ഇതെല്ലാം
ഗവൺമെൻറ്റിൻ്റെ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളുടെ ലിസ്റ്റ് മാത്രം ഇതിൽ കാണുള്ളൂ. കാരണം അവർക്ക് മാത്രമാണ് മെറിറ്റ് ലോ ഫീ, മെറിറ്റ് ഫുൾ ഫീ. മെറിറ്റ് ലോ ഫീ എന്ന് പറഞ്ഞാൽ SM കാറ്റഗറിയിലാണ് വരിക. മെറിറ്റ് ഫുൾ ഫീ എന്ന് പറഞ്ഞാൽ MGMT. പക്ഷേ ഇത് സ്റ്റേറ്റ് കീം റാങ്ക് നോക്കി മാത്രമാണ് അഡ്മിഷൻ. ഇപ്പോൾ കണ്ടില്ലേ, വൺ ഓഫ് ദ ബെസ്റ്റ് കോഴ്സ് CSBS, അതായത് CU, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് മോഡൽ 5000 വരെ പോയിട്ടുണ്ട്. പക്ഷേ പല കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവരത് മിസ് ചെയ്യും ഫില്ല് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഈ വ്യൂ നിങ്ങൾക്ക് ഞാനത് കാണിച്ചിരുന്നത്. ഇനി വീണ്ടും കുട്ടികൾ ചോദിക്കും റിസർവേഷൻ കാറ്റഗറിയുടെ ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ആ ഡാറ്റയുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഓരോ കോളേജുകളിലും പോയ എല്ലാ റിസർവേഷൻ കാറ്റഗറിയുടെയും ഡാറ്റ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കി ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാ ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുടെ ലിസ്റ്റാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സെയിം ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എല്ലാ കാറ്റഗറിയിലും ലാസ്റ്റ് റാങ്ക് ഫേസ് 3 ഏതാണ് പോയിരിക്കുന്നതെന്നുള്ള വ്യൂ ആണിത്. നിങ്ങൾക്ക് വീണ്ടും ഞാനിത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് സ്നാപ്ഷോട്ട് എടുത്ത് നോക്കാവുന്നതാണ്. ഇത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, അടുത്തത് മെക്കാനിക്കൽ, പിന്നെ സിവിൽ, പിന്നെ വീണ്ടും മറ്റൊരു വ്യൂ ആണ്. അതായത് ഗവൺമെൻറ് എയ്ഡഡിൽ അതർ നോൺ കോർ ബ്രാഞ്ചസ് നമ്മൾ ശ്രദ്ധിക്കാതെ നേരത്തെ പറഞ്ഞില്ലേ, അത് റിസർവേഷൻ കാറ്റഗറിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ടോപ്പായിട്ട് വരുന്ന അപ്ലൈഡ് ഇലക്ട്രോണിക്സിൻ്റെ ഏതൊക്കെ കോളേജുകളുണ്ട്, എവിടെ വരെ പോയിട്ടുണ്ട്. ആർട്ട് ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഏതൊക്കെ കോളേജുകൾ, MA കോളേജുകളിലാണ്. അവിടെ MA കോളേജിൽ മാത്രമേ ഉള്ളൂ ഗവൺമെൻറ് എയ്ഡഡിൽ വരുന്നത്. അതിൻ്റെ ലാസ്റ്റ് റാങ്കിൽ കാറ്റഗറി വൈസ് ഏതൊക്കെയാണ് പോയിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ BH, ബാക്ക്വേർഡ് ഹിന്ദു അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ നോക്കി മനസ്സിലാക്കുന്നത് SM അല്ല. ഈ കുറച്ച് സ്ലൈഡുകളായിട്ട് ഞാൻ സംസാരിക്കുന്നത് റിസർവേഷൻ കാറ്റഗറിയുടെ ഡാറ്റ മാത്രമാണ്. ഇനി നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അബ്രീവിയേഷൻസ്, ഈ കോളേജിൻ്റെ കോഡും എന്താണ് ആ കോളേജിൻ്റെ പേര് നിങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം. അതുപോലെ തന്നെ കോഴ്സുകൾ, ഈ കോഴ്സുകൾ ലെഫ്റ്റ് സൈഡിലുണ്ട്. കോഴ്സിൻ്റെ പേരെന്താണ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി നടത്തുമ്പോൾ ഒരു ഇൻപുട്ട് എന്ന നിലയ്ക്ക് മാത്രമാണ് നിങ്ങൾ ഈ വീഡിയോ എടുക്കേണ്ടത്. ഞാൻ ആദ്യം കാണിച്ച സ്ലൈഡിൽ എന്തുകൊണ്ട് ഈ കോളേജ് ഇന്ന റാങ്കിൽ വന്നു, എന്തുകൊണ്ട് ഈ റാങ്ക് നിങ്ങൾ കൊടുക്കുന്നില്ല, അതിന് നമ്മൾ ഒരുപാട് തല പുകയേണ്ട കാര്യമില്ല. അത് ഓരോ വ്യൂ പോയിൻറ്റിൽ ഓരോ കുട്ടികളുടെ ഓരോ ആഗ്രഹങ്ങളാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് കൊണ്ടോ ഒന്നും പ്രശ്നമില്ല. ഒരു കുട്ടി ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന കോളേജ് ആയിരിക്കില്ല മറ്റൊരു കുട്ടിയോ മറ്റൊരു രക്ഷിതാവോ മറ്റൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ മേ ബി അവരുടെ ആ സ്കൂളുമായി ആ കോളേജുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആ അഭിപ്രായങ്ങൾ ചെയ്ത്, പക്ഷേ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ നമുക്കത് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് അനുസരിച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് കോളേജ് കിട്ടട്ടെ, ബെസ്റ്റ് കോഴ്സ് കിട്ടട്ടെ. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ അറിയാതെ പോയത് കൊണ്ട് നിർഭാഗ്യവശാൽ നിങ്ങൾ അറിയിക്കുന്ന കോഴ്സോ കോളേജോ കിട്ടാതെ പോകരുത് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ റീകൺസൈൽ ചെയ്ത് പ്രസൻറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. താങ്ക് യു സോ മച്ച്.